നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിന് ശേഷമുള്ള അവരുടെ നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ്, ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണ്. അതെ, അവർക്ക് ഇപ്പോൾ ചുറ്റും ഒരു മായാലോകത്തിൽ അകപ്പെട്ടതുപോലുള്ള ഒരു അവസ്ഥയാണ്. അവർ നിങ്ങൾക്ക് എഗെയിൻസ്റ്റായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു. പക്ഷേ അത് അവർ അവരുടെ പൂർണ്ണ മനസ്സോടു കൂടിയല്ല ചെയ്തിരിക്കുന്നത്. മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടാണ് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയത്. ഇപ്പോൾ മറ്റൊരു വ്യക്തിയുടെ വശീകരണത്തിൽ അവർ അകപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ മറ്റാരോ അവരെ കൺട്രോൾ ചെയ്യുന്നതായി കാണുന്നുണ്ട്. അവർക്കത് അവിടെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളിലേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് ചെയ്തത് തെറ്റായി പോയി എന്ന് ഇപ്പോഴാണ് അവർ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരാനും ഈ റിലേഷൻഷിപ്പ് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാനും അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അവരെ ഒരിക്കലും കൺട്രോൾ ചെയ്തിട്ടില്ല. അവരുടെ ഇഷ്ടത്തിന് എന്തു വേണമെങ്കിലും അവർക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോൾ പോയ ഇടത്ത് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരു കൂട്ടിലകപ്പെട്ട ഒരു മായാലോകത്തവസ്ഥയിലാണ്. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഏതോ ഒരു അവസ്ഥ അവരെ ഇപ്പോൾ പിന്നിലേക്ക് വലിക്കുന്നു. ഒരു കൂട്ടിൽ അകപ്പെട്ട ഒരവസ്ഥ. ആരൊക്കെയോ അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ ചിന്തിക്കുന്നു, കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല എന്ന്. ഏതൊരു സാഹചര്യത്തിലാണോ അവർ പെട്ടുപോയത്, ആ ഒരു സാഹചര്യം വേണ്ട എന്ന് വെച്ച് നിങ്ങളിലേക്ക് വരാനായി അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളോട് അവർക്കിപ്പോൾ സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ സംസാരിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പ്രോബ്ലംസ് അവിടെ ഉണ്ടായതായി കാണിക്കുന്നുണ്ട്. സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു വഴക്കിലാണ് അവസാനിക്കുക. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഇപ്പോൾ അവർക്ക് നിങ്ങളോട് സംസാരിക്കണം. വളരെ സന്തോഷത്തോടു കൂടി പോയ ഒരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളുടേത്. നിങ്ങൾ വളരെ സന്തോഷത്തോടെ പരസ്പരം സംസാരിച്ചിരുന്നു, കോൾ ചെയ്തിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെയും കാര്യങ്ങൾ ഷെയർ ചെയ്തിരുന്നു. ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം നിങ്ങളോടുള്ള അട്രാക്ഷനും ഇഷ്ടവുമാണ്. അതായത് അവർക്ക് ചേരുന്ന ഒരാൾ നിങ്ങൾ തന്നെയാണ്. വേറെ ഒരാളോടും അവർക്കൊന്നും തുറന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല. അവരെ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നുമില്ല. നിങ്ങൾക്ക് മാത്രമേ അവരെ മനസ്സിലാക്കാനും തുറന്ന് സംസാരിക്കാനും ആയിട്ടുള്ള വ്യക്തിയായിട്ട് അവർ കാണുന്നു. അതായത് ആ ഒരു എനർജിയുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നുണ്ടാവും. നിങ്ങൾ ചിന്തിക്കുന്നു, അവർ വരുന്നെങ്കിൽ വരട്ടെ, എനിക്ക് എൻ്റെ കാര്യമാണല്ലോ വലുത്. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ ഇപ്പോൾ കരുതുന്നു നിങ്ങൾ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നതെന്ന്. നിങ്ങൾ ആ വ്യക്തിയെ ചേസ് ചെയ്യാതിരിക്കുക. അവർ മുന്നോട്ട് പോയപ്പോൾ ഒരു മായാലോകത്തിൽ അകപ്പെട്ടതുപോലെയായിരുന്നു. പക്ഷേ ഇപ്പോൾ പോയ ഇടത്തു നിന്നും അവർക്കൊരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു. പക്ഷേ ആരോ ഒരാൾ ഇപ്പോൾ ചിന്തിക്കുന്നു, ഈ ഒരു റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോയാൽ ശരിയാകുമോ എന്ന്. അത് ഒരു പക്ഷേ നിങ്ങളായിരിക്കാം. പക്ഷേ നിങ്ങളുടെ പിന്നാലെ വരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ അവർ സ്റ്റാറായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ കൊടുത്ത സപ്പോർട്ട് അവർക്ക് വേറൊരാളും കൊടുത്തിട്ടില്ല. അതവർ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ പിറകെ വരാൻ അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പാലിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്കിപ്പോൾ അവരുടെ മനസ്സിൽ ഒരു വാല്യൂ ഉണ്ട്. മുമ്പ് അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാൻ മടിയായിരുന്നു, ഒരു ഈഗോ ആയിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ അവരുടെ മനസ്സിലൊരു വിലയുണ്ട്, ഒരു വാല്യൂ ഉണ്ട് നിങ്ങളുടെ അടുത്തേക്ക്. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വരാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. പക്ഷേ ക്ഷമയോടുകൂടി കാത്തിരിക്കണം. ഒരു ഡിവൈൻ ടൈം പറയുന്നുണ്ട്. പലർക്കും ഡിവൈൻ ടൈം വ്യത്യസ്തമായിരിക്കും. അത് നിങ്ങളുടെ കർമ്മയെ നോക്കിയിട്ടായിരിക്കും. എന്തായാലും ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഉറപ്പായിട്ടും ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾ തമ്മിൽ ഇനി വളരെയധികം സന്തോഷത്തോടു കൂടിയായിരിക്കും മുന്നോട്ട് പോവുക. അവിടെ ഒരു സന്തോഷമുണ്ട്, അവിടെ ഒരു വിവാഹമുണ്ട്. ഇവിടെ P എന്നൊരു ലെറ്റർ കാണുന്നുണ്ട്.
യു കാണുന്നുണ്ട്, എസ് കാണുന്നുണ്ട്, ടി കാണുന്നുണ്ട്, വി, പി, എൻ, ഫെബ്രുവരി, പിണക്കം, ചീറ്റിംഗ്, സെപ്റ്റംബർ, അമ്മ, ഉത്രട്ടാതി, 43, 37, 1987, അശ്വതി, 25, ചോതി, 11, ഐ, കാസ്റ്റ് ഡിഫറൻറ്റ്, 15, 10 എന്നുള്ള നമ്പർ കുട്ടികൾ, വീണ്ടും എൻ, 48, 34, ചെന്നൈ, ഗിഫ്റ്റ്, ബാംഗ്ലൂർ, 34, എറണാകുളം, തമിഴ്നാട്, വി, വീണ്ടും പി കാണുന്നുണ്ട്, എ, ഡിസംബർ മന്ത്, 2006, 1,